നമസ്കാരം. വിദേശ രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ഭാവിയിൽ ആദായ നികുതിക്ക് പകരമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുവഴി അമേരിക്കൻ ജനതയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാകുമെന്നാണ് ട്രംപിന്റെ പുതിയ വാദം. ചൊവ്വാഴ്ച നടന്ന പീപ്പിൾസ് സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് US സുപ്രീം കോടതി വിധിച്ചതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ വർഷങ്ങളായി അമേരിക്കയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഡെമോക്രാറ്റുകൾക്ക് പോലും ഇക്കാര്യം അറിയാമെങ്കിലും അവർ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങൾ നൽകുന്ന താരിഫുകൾ വഴി നൂറുകണക്കിന് ബില്യൺ ഡോളർ സമാഹരിക്കാൻ കഴിഞ്ഞുവെന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും വലിയ ഗുണം ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംവിധാനം നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ പ്രത്യേക നടപടികൾ ആവശ്യമില്ല എന്നും അംഗീകരിക്കപ്പെട്ട രീതിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താരിഫുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി നിരാശാജനകമാണ് എങ്കിലും തന്റെ പക്കലുള്ള പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് പുതിയ കരാറുകൾ ഉണ്ടാക്കാനാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. താരിഫ് ഭീഷണി ഉയർത്തിയാണ് താൻ പല യുദ്ധങ്ങളും അവസാനിപ്പിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു. തീരുവ സംബന്ധിച്ച നിലവിലെ നിയമപരമായ തടസ്സങ്ങൾ പരിഹരിക്കുമെന്നും അമേരിക്കയെ രക്ഷിക്കാൻ ഇത്തരം നടപടികൾ അത്യാവശ്യമാണ് എന്നും ട്രംപ് പറഞ്ഞു. ഈ ആശയം സാമ്പത്തിക ശാസ്ത്രപരമായും സാമൂഹ്യപരമായും ഗൗരവമായ വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടതാണ്. US പ്രസിഡന്റിന്റെ അധികാര പരിധി മറികടന്നാണ് ട്രംപ് താരിഫ് നയങ്ങൾ നടപ്പാക്കിയതെന്ന് US സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു. തീരുവ ചുമത്തുന്നതിനുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിന് കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതി ആവശ്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വിധിന്യായത്തിൽ പ്രസ്താവിച്ചിരുന്നു. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക്സ് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്താണ് ട്രംപ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വ്യാപാര നികുതികൾ ചുമത്തിയിരുന്നത്. ശത്രു രാജ്യങ്ങളുടെ ആസ്തികൾ മരവിപ്പിക്കാനോ ഉപരോധം ഏർപ്പെടുത്താനോ പണ്ട് ഉപയോഗിച്ചിരുന്ന ഈ നിയമം വ്യാപാര നികുതികൾ ചുമത്താൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. തീരുവ എന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന ഒരു നികുതിയാണ്. ഇത് വിദേശ കമ്പനികളാണ് നൽകുന്നത് എന്നൊരു ധാരണ പൊതുവെ നിലനിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ നികുതി പലപ്പോഴും ആഭ്യന്തര ഉപഭോക്താക്കൾക്കാണ് ബാധകമാകുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നതോടെ വിപണിയിലെ മത്സരാവസ്ഥ മാറുകയും സാധനങ്ങളുടെ വില സാധാരണ ജനങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്യും. അതായത് ആദായ നികുതി ഒഴിവാക്കിയാലും ഉപഭോക്തൃ വില വർധനവിലൂടെ സാധാരണ ജനങ്ങൾ പരോക്ഷമായി കൂടുതൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്ന് സാരം. രണ്ടാമതായി, അമേരിക്ക പോലൊരു വൻ സമ്പദ് വ്യവസ്ഥയിൽ ഫെഡറൽ സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ആദായ നികുതി. തീരുവ വഴി ലഭിക്കുന്ന വരുമാനം അതിന് സമാനമായ തോതിൽ എത്തുമെന്നത് സാമ്പത്തികമായി സംശയാസ്പദമാണ്. ഇറക്കുമതികൾ കുറയുന്ന സാഹചര്യത്തിൽ തീരുവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കുറയാം. അതിനാൽ ദീർഘകാലത്ത് സ്ഥിരതയുള്ള വരുമാന മാർഗമായി തീരുവയെ ആശ്രയിക്കുന്നത് അപകട സാധ്യതയുള്ളതാണ്. ഇനി മൂന്നാമതായി, ഉയർന്ന തീരുവകൾ വ്യാപാര യുദ്ധങ്ങൾക്ക് വഴിവെക്കാം. അമേരിക്ക ഉയർന്ന തീരുവ ചുമത്തുകയാണെങ്കിൽ ബാധിത രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രതികാരമായി തീരുവ ഉയർത്താൻ സാധ്യതയുണ്ട്. ഇതിലൂടെ കയറ്റുമതി മേഖലയും കർഷകരും വ്യവസായികളെയും ബാധിക്കപ്പെടും. മുൻകാലങ്ങളിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതായി കണ്ടിട്ടുണ്ട്. ഇത്തരം നയങ്ങൾ ആഗോള വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യാം. കൂടാതെ ആദായ നികുതി ഒഴിവാക്കുന്നത് സമ്പന്നർക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക. കാരണം ഉയർന്ന വരുമാനക്കാർ കൂടുതലായി നികുതി നൽകുന്നവരാണ്. തീരുവകൾ മുഖേന സമാഹരിക്കുന്ന വരുമാനം സമ്പന്നരും ദരിദ്രരും ഒരുപോലെ ഉപഭോഗിക്കുന്ന സാധനങ്ങളിലൂടെയാണ് വരുന്നത്. ഇതിലൂടെ നികുതി സംവിധാനത്തിന്റെ പുരോഗമന സ്വഭാവം കുറയുകയും സാമൂഹിക അസമത്വം വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. അമേരിക്കയുടെ സാമ്പത്തിക ശക്തി അതിന്റെ തുറന്ന വിപണിയും ആഗോള വ്യാപാര ബന്ധങ്ങളുമാണ്. സംരക്ഷണ നയങ്ങൾ കുറച്ച് മേഖലകൾക്ക് താൽക്കാലിക സംരക്ഷണം നൽകാമെങ്കിലും ദീർഘകാലത്തിൽ അത് നവീകരണത്തിനും മത്സരക്ഷമതയ്ക്കും തിരിച്ചടിയാകും. അതിനാൽ തീരുവയെ ആശ്രയിച്ച് ആദായ നികുതി മാറ്റി സ്ഥാപിക്കാമെന്ന വാദം, അതും അയൽ രാജ്യങ്ങളെ എല്ലാം ശത്രുക്കളാക്കിക്കൊണ്ട്, യാഥാർത്ഥ്യ ബോധമുള്ള സാമ്പത്തിക പരിഹാരമല്ല. തീരുവകൾ വഴി സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കാമെങ്കിലും അത് ആദായ നികുതിക്ക് പകരമാകുമെന്ന ആശയം സാമ്പത്തികമായി ദുർബലവും സാമൂഹികമായ അസമത്വം വർദ്ധിപ്പിക്കാവുന്നതുമായ ഒരു നയമായി വേണം വിലയിരുത്താൻ.